കമല സുരയ്യ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി സാർ തൃശ്ശൂരിലേക്ക് പോകുന്നു. ആ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്താൻ എനിക്കും പോകേണ്ടതുണ്ടായിരുന്നു. വിമാനത്താവളത്തിൻ്റെ വെയിറ്റിംഗ് ലോഞ്ചിലിരിക്കുമ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഒറ്റയൊറ്റ കവിതകളല്ലാതെ കാവ്യാഖ്യായിക പോലുള്ള ബൃഹത്തായ കൃതികളുടെ രചനയിലേക്ക് കടക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിരുന്നു. ആ വഴിക്ക് ചിന്തിക്കുന്നില്ലേ? സാർ ഇത് ചോദിക്കുമ്പോൾ എൻ്റെ ബ്രീഫ് കേസിൽ ശ്യാമമാധവത്തിൻ്റെ DTP പ്രിൻ്റ് ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞുകൊണ്ട് 15 അധ്യായങ്ങളുള്ള ശ്യാമമാധവം ഞാൻ നീട്ടി. അത് വാങ്ങിയ അദ്ദേഹം വിമാനത്താവളത്തിലും വിമാനത്തിലുമായി അത് വായിച്ചു തീർത്തു. വായന അവസാനിക്കുന്നത് വരെ എന്നോട് സംസാരിച്ചതേയില്ല. വായന പൂർത്തിയായപ്പോൾ എൻ്റെ ആദ്യ കാവ്യ സമാഹാരത്തിന് സൗവർണികയ്ക്ക് ONV സാറാണ് അവതാരി എഴുതിയത്. ഞാനൊരു കാവ്യ സമാഹാരത്തിന് അവതാരി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് കൂടി ഞാൻ അവതാരിക എഴുതിയാലോ? എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതാമെന്ന് സാർ ഇങ്ങോട്ട് പറയുക. എനിക്കറിയാം, അപ്പോൾ സാറിൻ്റെ വീട്ടിൽ തന്നെ അവതാരിക എഴുതി കിട്ടാൻ വേണ്ടി നിരവധി ആളുകൾ നിത്യേന എന്നോണം ചെല്ലുന്നുണ്ടെന്നും അവരുടെ പുസ്തകങ്ങളൊക്കെ കെട്ടുകെട്ടായി അവിടെ വെച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയാലോ എന്ന് ONV സാർ ചോദിച്ചത്.